ഗുഡ് മോർണിംഗ്. പവർ ഇലക്ട്രോണിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പവർ ഇലക്ട്രോണിക്സിലെ പല ഡിവൈസുകളെ പറ്റിയും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. രണ്ടാമത്തെ മൊഡ്യൂൾ തൊട്ട് നമ്മൾ ഈ പഠിച്ച ഡിവൈസുകളിൽ ഉള്ള ആപ്ലിക്കേഷനുകൾ, അതുപയോഗിച്ചുള്ള സർക്യൂട്ടുകൾ നമ്മൾ റിയൽ ലൈഫിലൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതിനെ പറ്റിയൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ സിലബസാണ് ഇവിടെ കാണുന്നത്. നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും 3 ടൈപ്പ് സർക്യൂട്ടുകളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ആദ്യം റെക്ടിഫയർ, പിന്നെ ചോപ്പർ, പിന്നെ ഇൻവേർട്ടർ. റെക്ടിഫയേഴ്സിനെ പറ്റി നിങ്ങൾ ADCക്കകത്ത് പഠിച്ചതാണ്. നേരത്തെ ഡയോഡ് റെക്ടിഫയർ ആണ് പഠിച്ചത്. ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ, ഈ 3 ടൈപ്പ് സർക്യൂട്ടുകൾ നിങ്ങൾ പഠിച്ചതാണ്. ഈ 3 ടൈപ്പ് റെക്ടിഫയറും നമ്മൾ SCR വെച്ച്, അല്ലെങ്കിൽ അതൊരു പവർ ഇലക്ട്രോണിക് സ്വിച്ച് വെച്ച് വർക്ക് ചെയ്യുന്ന ടൈപ്പ് റെക്ടിഫയർ, അല്ലെങ്കിൽ കൺട്രോൾ റെക്ടിഫയേഴ്സാണ് നമ്മളിവിടെ പഠിക്കുന്നത്. നമ്മൾ ഡയോഡ് റെക്ടിഫയർ പഠിച്ചപ്പോൾ അത് കൺട്രോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് കിട്ടുന്ന AC വേവിനെ നമുക്ക് DC ആയിട്ട് കൺവേർട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് ഇവിടെ കോൺസ്റ്റൻറ്റ് AC, വേരിയബിൾ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സർക്യൂട്ടുകളാണ് നമ്മളിവിടെ റെക്ടിഫയേഴ്സ് എന്ന് പഠിക്കുന്നത്. കോൺസ്റ്റൻറ്റ് AC എന്ന് വെച്ചാൽ ഫ്രീക്വൻസിയും മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് രണ്ടും എപ്പോഴും കോൺസ്റ്റൻറ്റ് ഇരിക്കുന്ന ഒരു സപ്ലൈ വോൾട്ടേജ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനെ നമുക്ക് ഇഷ്ടമുള്ള മാഗ്നിറ്റ്യൂഡുള്ള DC വോൾട്ടേജ് മാറ്റുന്ന സർക്യൂട്ടാണ് കൺട്രോൾ റെക്ടിഫയർ. നമുക്കിപ്പം നമ്മുടെ സപ്ലൈ വോൾട്ടേജ് കിട്ടുന്ന 230 വോൾട്ട് AC ആണ്, സിംഗിൾ ഫേസ്. ഈ 230 വോൾട്ട് ACയുടെ RMS വാല്യൂ എപ്പോഴും 230 വോൾട്ട് തന്നെ ആയിരിക്കും. അതിൻ്റെ ഫ്രീക്വൻസി 50 ഹെർട്സ് ആയിരിക്കും. ഈ കോൺസ്റ്റൻ്റ് ഉള്ള AC വോൾട്ടേജ് നമുക്ക് 0 തൊട്ട് 230 വരെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള DC വോൾട്ടേജ് മാറ്റുകയാണ് നമ്മൾ കൺട്രോൾ റെക്ടിഫയർ ഉപയോഗിച്ച് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് ചോപ്പർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് DC വേരിയബിൾ DC ആയിട്ട് മാറ്റുന്നൊരു സർക്യൂട്ടാണ്. ഇത് കോൺസ്റ്റൻറ്റ് DC വേരിയബിൾ DC ആയിട്ട് മാറ്റുന്ന കൺവേർട്ടർ സർക്യൂട്ടിൻ്റെ ഒരു പാർട്ടാണ് ഇവിടെ പഠിക്കുന്നത്. പിന്നെ ബക്ക് കൺവേർട്ടർ, ബൂസ്റ്റ് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ മറ്റൊരു പാർട്ട് നമ്മൾ 4ാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. നമുക്ക് ചോപ്പറിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ, അല്ലെങ്കിൽ DC to DC കൺവേർട്ടറിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമേ 2ാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഇൻവേർട്ടർ സർക്യൂട്ടിനെ പറ്റിയാണ്. അതായത് ഒരു കോൺസ്റ്റൻറ്റ് DC സപ്ലൈ, വേരിയബിൾ AC സപ്ലൈ, നമുക്ക് ഇഷ്ടമുള്ള ഫ്രീക്വൻസിയിലുള്ള AC സപ്ലൈ ആയിട്ട് മാറ്റുന്ന സർക്യൂട്ടാണ് ഇൻവേർട്ടർ. ഇൻവേർട്ടർ നമുക്ക് പല ടൈപ്പ്, സീരീസ്, പാരല്, ഹാഫ് ബ്രിഡ്ജ്, ഫുൾ ബ്രിഡ്ജ്, 3 ഫേസ്, അങ്ങനെ പല ടൈപ്പ് ഇൻവേർട്ടറും പഠിക്കാനുണ്ട്. നമുക്ക് ആദ്യം റെക്ടിഫയർ സർക്യൂട്ടുകളെ പറ്റിയാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ റെക്ടിഫയേഴ്സിൻ്റെ ആപ്ലിക്കേഷനിലും ഒരു ഇൻട്രൊഡക്ഷനാണ് നമുക്ക് ഇന്ന് തരാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ മാതിരി നമ്മൾ കോൺസ്റ്റൻറ്റ് AC വേരിയബിൾ DC ആയിട്ട് മാറ്റുന്ന സർക്യൂട്ടാണ് കൺട്രോൾ റെക്ടിഫയർ, അല്ലെങ്കിൽ ഫേസ് കൺട്രോൾ റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഫേസ് കൺട്രോൾ റെക്ടിഫയർ എന്ന പേര് വരാൻ കാരണം നമ്മുടെ ഈ വേരിയബിൾ DC, അതായത് പല വാല്യൂള്ള DC നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ SCRൻ്റെ, റെക്ടിഫയർ സർക്യൂട്ടിലെ SCRൻ്റെ ഫയറിംഗ് ആംഗിൾ കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് SCR ഫയർ ചെയ്യാൻ പല ടൈപ്പ് സർക്യൂട്ട് നമ്മൾ പഠിച്ചതാണ്. അതായത് ഗേറ്റ് ട്രിഗറിങ്, നമ്മൾ UJT ട്രിഗറിങ്, ആർ ട്രിഗറിങ്, RC ട്രിഗറിങ്, പല ട്രിഗറിങ് മെത്തേഡ്സ് പഠിച്ചാണ്. നമ്മൾ പഠിക്കാതെ തന്നെ പല മെത്തേഡ്സ് ഉണ്ട്, പൾസ് ട്രിഗറിങ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ SCR ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റെക്ടിഫയർ സർക്യൂട്ട് നമ്മൾ ഈ വരയ്ക്കുമ്പം, നമ്മൾ ഇനിയുള്ള റെക്ടിഫയർ സർക്യൂട്ടൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ SCRൻ്റെ ട്രിഗറിങ് സർക്യൂട്ട് പ്രത്യേകം കാണിക്കത്തില്ല. അങ്ങനെ ട്രിഗറിങ് സർക്യൂട്ട് കാണിച്ച് നമ്മുടെ സർക്യൂട്ട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആകും. അതുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ച ഏതെങ്കിലും ഒരു ഫയറിംഗ് സർക്യൂട്ട് ഉപയോഗിച്ചായിരിക്കും SCR ട്രിഗർ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ട്രിഗർ ചെയ്യുന്ന ആംഗിൾ, അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള DC വോൾട്ടേജ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. നമ്മൾ ഫയർ ചെയ്യുന്നത് കുറച്ചുകൂടി നേരത്തെ ആണെങ്കിൽ 0ക്ക് അടുത്തൊരു ആംഗിളാണ് നമ്മൾ ഫയർ ചെയ്യുന്നതെങ്കിൽ SCRൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറച്ചുകൂടെ ഹൈ വാല്യൂ DC ആയിരിക്കും. അതായത് നമുക്ക് ചെറിയ വാല്യൂ DC വോൾട്ടേജ് വേണ്ടെങ്കിൽ നമുക്ക് ഫയർ ചെയ്യാൻ കുറച്ചുകൂടെ മാറ്റിയാൽ മതി. ഒരു 90ക്ക് ശേഷമാണെങ്കിൽ ഇപ്പോൾ SCRൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്ന DC വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ചെറിയ വാല്യൂ ആയിരിക്കും. അങ്ങനെ നമുക്ക് ഫയറിംഗ് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്ത് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കൺട്രോൾ ചെയ്യാം. ഇതിനാണ് നമ്മൾ ഫേസ് കൺട്രോൾ റെക്ടിഫയർ എന്ന് പറയുന്നത്. ഇതേപോലെ ട്രിഗർ ചെയ്യാൻ സർക്യൂട്ട് ഉള്ള പോലെ ടേൺ ഓഫ് ചെയ്യാനും SCRന് സർക്യൂട്ട് വേണം. പക്ഷേ ഈ കേസിൽ റെക്ടിഫയറിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ AC ആണ്. ഇൻപുട്ട് സപ്ലൈ AC ആണെങ്കിൽ നമ്മൾ നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ വഴി SCR ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും. നമുക്ക് മിക്കവാറും റെക്ടിഫയർസിനകത്തൊന്നും നമുക്ക് പ്രത്യേകം കമ്മ്യൂട്ടേഷൻ സർക്യൂട്ടിൻ്റെ ആവശ്യമില്ല. നാച്ചുറലായിട്ട് തന്നെ ടേൺ ഓഫ് ചെയ്യും. ഇങ്ങനെയുള്ള മെത്തേഡിന് നമ്മൾ നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ, അല്ലെങ്കിൽ ലൈൻ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നു. ഇത് നമ്മൾ നേരത്തെ കമ്മ്യൂട്ടേഷൻ ഒക്കെ കഴിഞ്ഞ മുകളിൽ പഠിച്ചപ്പം പറഞ്ഞതാണ്. അടുത്ത നമുക്ക് റെക്ടിഫയറിൻ്റെ ആപ്ലിക്കേഷൻസിലേക്ക് പോകാം. ഇപ്പോൾ റെക്ടിഫയർ സർക്യൂട്ട് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആദ്യത്തെ ആപ്ലിക്കേഷൻ നമ്മൾ ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻ. ഇപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ
ഇവിടെയാണ് SCR അല്ലെ റെക്ടിഫയർ സർക്യൂട്ട് നമ്മൾ കാണുന്നത്. നമ്മൾ മെയിനായിട്ട് നമ്മുടെ മൊബൈൽ ചാർജർ, നമുക്ക് എല്ലാവരും മൊബൈൽ ചാർജർ ഉണ്ട്. അപ്പോൾ മൊബൈൽ ചാർജിനകത്ത് എന്താ ചെയ്യുന്നത്? മൊബൈൽ ചാർജ് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് 230 വോൾട്ട് AC സപ്ലൈ ആണ്. 230 വോൾട്ട് 0.5 ആംപിയർ 0.6 ആംപിയർ ആണ് ഇൻപുട്ട് എടുക്കത്തുള്ളൂ. അതേപോലെ ഔട്ട്പുട്ട് കിട്ടുന്നത് 5 വോൾട്ട്. പിന്നെ അതിൻ്റെ കറണ്ട് ഔട്ട്പുട്ട് എത്രയാണെന്ന് വെച്ചാൽ നേരത്തെയുള്ള ചാർജറിനകത്ത് 5 വോൾട്ട് 0.6 ആംപിയർ 0.8 ആംപിയർ 1 ആംപിയർ ഒക്കെ ആയിരുന്നു. ഇപ്പം നമ്മുടെ പുതിയ മൊബൈലെല്ലാം ഫാസ്റ്റ് ചാർജറാണ്. ഇപ്പം 5 വോൾട്ട് 2 ആംപിയർ 3 ആംപിയർ ഇവൻ ഇപ്പം പുതിയ മൊബൈലുകൾക്ക് 65 വാട്ട് ചാർജ് വരെയൊക്കെ ഉണ്ട്. ഇപ്പം 6-7 ആംപിയർ വരെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മൊബൈൽ ചാർജേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്ന AC സപ്ലൈ നമ്മുടെ സപ്ലൈ എന്നുള്ള വോൾട്ടേജിനാണ്. ഇതിനെ നമുക്ക് ഈ 5 വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്ക് നമ്മുടെ ചാർജറിൻ്റെ സൈസ് കണ്ടാൽ തന്നെ അറിയാം, അതിനകത്ത് ട്രാൻസ്ഫോമറോ ചെറിയ ട്രാൻസ്ഫോമറൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ കൃത്യമായിട്ടുള്ള XCR റെക്ടിഫയർ സർക്യൂട്ടുകൾ തന്നെയാണ് നമ്മുടെ മൊബൈൽ ചാർജിനകത്ത് ഉപയോഗിക്കുന്നത്. ഇത് വെച്ചാണ് നമ്മൾ 230 വോൾട്ട് AC നമ്മൾ 5 വോൾട്ട് DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതേപോലെ UPS ഇൻവെർട്ടറും ഓൾമോസ്റ്റ് സെയിം സാധനം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ UPSനകത്ത് അതിൻ്റെ ബാറ്ററി ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും. ഇൻവെർട്ടറാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ബാറ്ററി എക്സ്റ്റേണായിട്ട് വയ്ക്കുവാണ്. മാത്രമല്ല മറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ UPS ഒരു ഷോർട്ട് ടൈം ഒരു കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്ടിങ് ആയിരിക്കും. കറണ്ട് സപ്ലൈ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു ബാക്കപ്പ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ സപ്ലൈ പോയ ഒരു വ്യത്യാസം അറിയാതെ പെട്ടെന്ന് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഉപകരണങ്ങൾക്കൊക്കെയാണ് നമ്മൾ UPS വയ്ക്കുന്നത്. പക്ഷേ ഇൻവെർട്ടറാണെങ്കിൽ ചെറിയൊരു ഡിലേ കാണും. അപ്പോൾ രണ്ടിൻ്റെ വർക്കിംഗ് ഏകദേശം സെയിം ആണ്. ഇപ്പോൾ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനകത്തൊരു ഇൻവെർട്ടർ സർക്യൂട്ട് മാത്രമേ ഉള്ളത്. ശരിക്കും ഒരു ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു റെക്ടിഫയർ പ്ലസ് ഇൻവെർട്ടറാണ്. അപ്പോൾ ഇൻവെർട്ടർ എന്താണ് ശരിക്കും ചെയ്യുന്നത്? നമ്മുടെ 230 വോൾട്ട് സപ്ലൈ കറണ്ട് ഉള്ള സമയത്ത് ബാറ്ററിയിലേക്ക് DC വോൾട്ടേജ് ആക്കി അതിനെ ബാറ്ററി ചാർജ് ചെയ്യും. കറണ്ട് പോകുമ്പോൾ ആ DC വോൾട്ടേജിനെ ഇൻവെർട്ടർ ഉപയോഗിച്ച് വീണ്ടും AC ആക്കി നമ്മുടെ വീട്ടിലേക്ക് സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതിനകത്ത് റെക്ടിഫയർ വേണം. ആദ്യം ബാറ്ററി ചാർജ് ചെയ്യാൻ റെക്ടിഫയർ സർക്യൂട്ട് വേണം. അതേപോലെ കറണ്ട് പോയി കഴിയുമ്പം നമുക്ക് തിരിച്ച് സപ്ലൈ വോൾട്ടേജ് തരാൻ വേണ്ടി അതിനകത്ത് ഇൻവെർട്ടർ സർക്യൂട്ട് വേണം. അപ്പോൾ റെക്ടിഫയറിൻ്റെ ഇൻവെർട്ടറിനെ കൂടെ ഒരു കോമ്പിനേഷനാണ് ശരിക്കും UPS അല്ലെങ്കിൽ ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻ നമ്മൾ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ നോക്കിയാൽ പ്രധാനമായിട്ട് 2 ടൈപ്പ് ആപ്ലിക്കേഷൻ നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയും. ഒന്ന് DC മോട്ടേഴ്സിൻ്റെ സ്പീഡ് കൺട്രോൾ. DC മോട്ടോർ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ ഒരു മെത്തേഡാണ് അതിൻ്റെ വോൾട്ടേജ് കൺട്രോൾ. ഇൻപുട്ട് ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ ചെയ്ത് നമുക്ക് DC മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ ലാബ് ചെയ്തപ്പം നമ്മൾ ആർമേച്ചർ റെസിസ്റ്റൻസ് വെച്ച് ആ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്താണ് നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്തത്. അതേസമയം നമുക്ക് ഒരു പവർ ഇലക്ട്രോണിക് സർക്യൂട്ട് ഉണ്ടെങ്കിൽ റെക്ടിഫയർ ഉണ്ടെങ്കിൽ നമുക്ക് DC മോട്ടറിൻ്റെ ഇൻപുട്ട് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ അടുത്ത DC പവർ സപ്ലൈ, ഇത് നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്റർ ലാബ് ചെയ്തപ്പം കണ്ടതാണ്. നമ്മൾ AC സപ്ലൈ നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ട് ഒരു നോബ് തിരിച്ച് 0 തൊട്ട് 220 വോൾട്ട് DC വരെ നമുക്ക് ഇഷ്ടമുള്ള വോൾട്ടേജ് DC എടുക്കുന്ന ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്റം നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ നിങ്ങൾ പല എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചാണ്. അതേപോലെ വലിയ റെക്ടിഫയർ സർക്യൂട്ടുകൾ നമ്മൾ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഇത് രണ്ടുമാണ്. ഇനി അടുത്ത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ നോക്കിയാൽ നമ്മുടെ പവർ ഇലക്ട്രോണിക് സർക്യൂട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇവിടെ വരുന്നത്. നമ്മുടെ ട്രാക്ഷനകത്തും ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഡ്രൈവിംഗ് സർക്യൂട്ടിനകത്ത് നമ്മൾ റെക്ടിഫയേഴ്സ് ഉപയോഗിക്കും. ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെയിനിൻ്റെ എഞ്ചിനാണ്. ഇലക്ട്രിക് ട്രെയിനിൻ്റെ എഞ്ചിനകത്തും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇലക്ട്രിക് ട്രെയിൻ എഞ്ചിനകത്തൊക്കെ നമ്മൾ മൾട്ടി ലെവൽ ഇൻവെർട്ടർ സർക്യൂട്ടാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ ഇലക്ട്രിക് വെഹിക്കിളിനകത്ത് ഇൻവെർട്ടർ സർക്യൂട്ടാണ് ഉപയോഗിക്കുന്നതിൽ അതിനകത്തും റെക്ടിഫയേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ വളരെ വലുതായിട്ടുണ്ട്. അതുകൂടാതെ ഏറ്റവും അവസാനമായിട്ടും നമ്മുടെ പവർ സിസ്റ്റത്തിനകത്തുള്ള ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ടേജ് DC ട്രാൻസ്മിഷൻ സിസ്റ്റം. അപ്പോൾ നമുക്കൊരു 765 kV മുകളിലോട്ടുള്ള ട്രാൻസ്മിഷൻ നമ്മൾ AC ആയിട്ടല്ല DC ട്രാൻസ്മിഷനാണ് കുറച്ചുകൂടെ എക്കണോമിക്കലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ താഴെയുള്ള നമ്മുടെ 440 kV 11 kV 66 kV എന്നുള്ള വോൾട്ടേജ് ലെവലെല്ലാം നമുക്ക് AC വോൾട്ടേജായിട്ടാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഏറ്റവും ഉത്തമം. പക്ഷേ 765 kV മേലിലുള്ള പവർ ട്രാൻസ്മിഷൻ നമുക്ക് എക്കണോമിക്കലായിട്ടുള്ളത് DC ട്രാൻസ്മിഷനാണ്. ഈ DC ട്രാൻസ്മിഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് സബ്സ്റ്റേഷനിൽ തന്നെ ഒരു റെക്ടിഫയർ സർക്യൂട്ടിൻ്റെ ആവശ്യമുണ്ട്. കാരണം നമ്മൾ പവർ ജനറേറ്റ് ചെയ്യുന്ന എപ്പോഴും 11 kV AC ആയിട്ട് തന്നെയാണ്. ഈ ജനറേറ്റ് ചെയ്യുന്ന പവറിനെ ട്രാൻസ്ഫോമർ വെച്ച് നമുക്ക് ഹയർ വാല്യൂ ഓഫ് AC വോൾട്ടേജ് കൺവേർട്ട് ചെയ്യും. ഇതിനെ DC വോൾട്ടേജ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു റെക്ടിഫയർ സർക്യൂട്ട് വേണം. അപ്പോൾ നമുക്ക് HVDC ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ ഇൻപുട്ടിൽ നമ്മൾ സെൻഡിങ് എൻഡിൽ നമ്മൾ AC വോൾട്ടേജ് DC വോൾട്ടേജ് സെൻഡ് ചെയ്യുന്നു. റിസീവിങ് എൻഡിൽ
നമ്മൾ ആ ലഭിച്ച DC വോൾട്ടേജ് നമ്മൾ വീണ്ടും ഒരു ഇൻവെർട്ടർ സർക്യൂട്ട് ഉപയോഗിച്ച് AC വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമ്മുടെ HVDC ട്രാൻസ്മിറ്റർ സിസ്റ്റത്തിനകത്തും ഒരു റെക്ടിഫയർ ആൻഡ് ഇൻവെർട്ടർ സർക്യൂട്ടിൻ്റെ കോമ്പിനേഷനാണ്. നമ്മുടെ റെക്ടിഫയറിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ ഇതൊക്കെയാണ്. ഇനി നമുക്ക് റെക്ടിഫയർ സർക്യൂട്ടുകളെ പറ്റി കടക്കുന്നതിന് മുമ്പ് പ്രധാനമായിട്ടും മറ്റൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് റെക്ടിഫയർ എന്താണെന്ന് പറഞ്ഞു AC വോൾട്ടേജിന് DC വോൾട്ടേജിന് കൺവേർട്ട് ചെയ്യുന്നത്. എന്താണ് ഈ AC വോൾട്ടേജ് DC വോൾട്ടേജ് നിങ്ങൾക്ക് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് ഈ സബ്ജക്റ്റ് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു AC ടു AC സപ്ലൈ എന്താണ്, DC സപ്ലൈ എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ 8 വേവ് ഫോംസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്തേക്കുന്നതാണ് ABCDEFGH 8 വേവ് ഫോം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരുന്ന അസൈൻമെൻറ്റ് ഈ വേവ് ഫോംസിനകത്ത് ഏതൊക്കെയാണ് AC ഏതൊക്കെയാണ് DC എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്ത് AC ഏതാണ്, A B C D ആണെങ്കിൽ AC ABCD നിങ്ങൾ ടൈപ്പ് ചെയ്യുക. DC EFGH ആണെങ്കിൽ EFGH നിങ്ങൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് അപ്ലോഡ് ചെയ്യേണ്ട സ്പേസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അപ്പം ഇതിൻ്റെ ഒരു ഉത്തരം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം AC DC പറ്റിയുള്ള ധാരണ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ നിന്ന് കൃത്യസമയത്തിനുള്ളിൽ ഇന്നത്തെ എല്ലാ അസൈൻമെൻറ്റിലെല്ലാം അപ്ലോഡ് ചെയ്യുക. ബാക്കിയായിരിക്കും നമുക്ക് ഇതിൻ്റെ ആൻസറൊക്കെ കിട്ടിയതിന് ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ കമൻറ്റായിട്ട് വാട്സാപ്പിലൂടെ ഫോണിലൂടെ എങ്കിലും എന്നോട് ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു.